ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇസ്മി അലീന. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതേ, നമ്മളിൽ പലർക്കും ഹെവി ആയിട്ടുള്ള മേക്കപ്പുകളൊന്നും ഇഷ്ടമില്ലാത്തവരായിരിക്കും അല്ലേ. ഫൗണ്ടേഷനും കൺസീലറും പിന്നെന്താ പറയുക, ഹൈലൈറ്ററും ഒന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അതിനൊന്നും ടൈം ഇല്ലാത്തവരായിരിക്കും മിക്കവരും, ശരിയല്ലേ? അപ്പോൾ അവർക്കായിട്ട് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് പോകാനും സ്കിൻ ഒന്ന് ഗ്ലോ ആക്കി വെക്കാനും ഒന്ന് ബ്രൈറ്റൻ ആവാനും ഒരു ടോൺ സ്കിൻ കളർ ഇമ്പ്രൂവ് ആയിട്ട് നിൽക്കാനും പിന്നെ നമുക്ക് കോളേജിലാണെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിലാണെങ്കിലും പെട്ടെന്ന് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റിയ കുറച്ച് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് റേറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് നല്ലൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആദ്യം നമുക്ക് നേരെ ആ പ്രൊഡക്റ്റിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, മോയ്സ്ചറൈസർ ക്രീമാണ്. ഇതാണ് നമ്മൾ ബേസിനായിട്ട് യൂസ് ചെയ്യുന്നത്, പോൺസിന്റെ മോയ്സ്ചറൈസർ ക്രീം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതും ഈ ഒരു അക്വ സോഫ്റ്റിന്റെ ഈ ഒരു മോയ്സ്ചറൈസർ ക്രീമാണ്. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്, 400 സംതിങ് 500 സംതിങ് എന്തോ ആണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ മറ്റു വീഡിയോയിൽ പറഞ്ഞ പോലെ വെറും 59 രൂപയാണ്. ഇത് വാങ്ങി യൂസ് ചെയ്യാം ഓയിലി സ്കിന്നുകാർക്ക്. ഇത് വേണം താല്പര്യമുള്ളവർക്ക് യൂസ് ചെയ്യാം, കാരണം ഇത് ഭയങ്കര ഓയിലിയാണ്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കംഫർട്ടബിൾ അല്ല. ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. അലോവേറ ജെല്ല് വെച്ചിട്ട് നമുക്ക് ബേസ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത നമുക്ക് പ്രൊഡക്റ്റ് കാണാം. അടുത്തത് BB ക്രീമാണ്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും തരുന്നില്ല. സൺസ്ക്രീനാണ്. വാങ്ങാൻ താല്പര്യമുള്ളവർ മറ്റേ വീഡിയോയുടെ ബയോയിൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ റേറ്റും നെയിംസും എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, നല്ല ഡിസ്കൗണ്ടിൽ കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുട്ടി കുട്ടി സാധനങ്ങളാണ്. ജസ്റ്റ് ഹബിന്റെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ലിപ് ബാം. പിന്നെ ഐബ്രോ ഫിൽ ചെയ്യാനുള്ള ഒരു അഫോർഡബിൾ റേറ്റിനുള്ളതാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. ADSന്റെ ഒരു എന്താണ് ഐബ്രോ ഫില്ലർ ആണ്. ഇത് നമുക്ക് 50 അത്രയൊന്നും റേറ്റ് ഉള്ളൂ. പിന്നെ ADSന്റെ തന്നെ എന്താണ് കാജലാണ്. ഇതും അഫോർഡബിൾ ആണ്. ഇതും 30 രൂപ സംതിങ്ങേ ഉള്ളൂ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വൈറ്റ് ടോണിന്റെ പൗഡറാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ BB ക്രീമും വളരെ റേറ്റ് കുറവാണ്. 50 60 എന്തോ ഇതിനും റേറ്റ് വരുന്നുള്ളൂ. ഇതെല്ലാം അഫോർഡബിൾ ആണ്. കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് തോന്നുന്നത് ഇത് മാത്രമാണ്. അതുകൊണ്ട് ഇത് നമുക്ക് തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെക്കാം. കാരണം നമ്മുടെ വീഡിയോയിലെ നമ്മൾ പറയുന്ന കണ്ടന്റ് തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് ചെയ്യുന്നതാണെന്നല്ലേ. അപ്പൊ അത് നമുക്ക് അങ്ങ് മാറ്റി വെച്ചിട്ട് ഇപ്പൊ ഈ കാണുന്ന പ്രൊഡക്റ്റുകൾ വെച്ചിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം, അല്ല മേക്കപ്പ് ചെയ്യാം അല്ലേ. ഓക്കെ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഒരു ചെറിയൊരു ലുക്ക് നമുക്ക് ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ലുക്ക്, വേറെ അഡീഷണൽ ആയിട്ടും ഒരു പ്രൊഡക്റ്റും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇത് മാത്രം വെച്ചിട്ടൊരു സ്മോൾ ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ റേറ്റും നെയിംസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്തിട്ടേക്കാം, ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ലുക്കിലേക്ക് പോവാം. അപ്പം നമ്മൾ ഫേസ് മേക്കപ്പ് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ, വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മുടെ മോയ്സ്ചറൈസർ ക്രീമാണ്. മോയ്സ്ചറൈസർ ക്രീം നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മോയ്സ്ചറൈസർ ക്രീം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് എല്ലാ ഫേസിലേക്കും ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. നമ്മൾ മോയ്സ്ചറൈസർ ക്രീം അപ്ലൈ ചെയ്യുമ്പോഴേ കണ്ണിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് ഇടണം കേട്ടോ, കാരണം ഡാർക്ക്നെസ്സിനും പഫിനെസ്സിനൊക്കെ അടിപൊളിയാണ് ഈ ഒരു മോയ്സ്ചറൈസർ ക്രീം കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് എൻ്റെ ഫേസിന് മോയ്സ്ചറൈസർ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് കാണാം. അപ്പൊ ഇനി എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ സൺസ്ക്രീനാണ്. ഇതാണ് നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്കിപ്പോൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ 2 ഫിംഗർ മെത്തേഡിലാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നമുക്ക് ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് നെക്കിലും ഫേസിലേക്ക് ഒന്ന് ഫുള്ളായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ഫേസിൽ ഒരു ഫ്രഷ്നെസ്സും ഒരു ഫീലിങ്ങും ഒരു ഗ്ലോയും ഒരു സോഫ്റ്റ്നെസ് ഒക്കെ വരുന്നുണ്ട്. അടിപൊളി സൺസ്ക്രീൻ ആണോ, നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് റിപ്ലൈയും കാര്യങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്ത പ്രൊഡക്റ്റിനെ കണ്ടിട്ട് വരാം. അപ്പൊ നമ്മൾ സൺസ്ക്രീൻ മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്തു. അപ്പൊ നമുക്കിനി അലോവേരയുടെ ആവശ്യമില്ല, കാരണം ഞാൻ ബേസ് ആയിട്ട് പോൺസിന്റെ മോയ്സ്ചറൈസർ ക്രീം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്രീം ഇല്ലാത്തവരോ അല്ലെങ്കിൽ വേറെ മോയ്സ്ചറൈസർ ക്രീമോ ഇല്ലാത്തവർക്ക് മാത്രമാണ് ബേസ് ആയിട്ട് അലോവേര കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞത്. അത്യാവശ്യം സൺ പ്രൊട്ടക്ഷൻ കിട്ടും.
പിന്നെ സൺസ്ക്രീം അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഫെയർ ആൻഡ് ലവ്ലിയുടെ BB ക്രീമാണ് കേട്ടോ. ഞാൻ ഫെയർ ആൻഡ് ലവ്ലിയുടെ അങ്ങനെ യൂസിങ് കുറവാണ്. കൂടുതലും യൂസ് ചെയ്യുന്നത് പോൺസിന്റെ BB ക്രീമാണ്. അപ്പോൾ അതെൻ്റെ തീർന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു BB ക്രീം എടുക്കുന്നത്. അത് കുറച്ച് ഇതാണ് കേട്ടോ. അതായത് കുറച്ച് അത്യാവശ്യം ഒരു 90-95 ആ ഒരു റേറ്റിൽ വരും. ഇത് അത്യാവശ്യം 60-70 റേറ്റ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളങ്ങനെ BB ക്രീം യൂസ് ചെയ്ത് നമ്മൾ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും അതിൻ്റെ എക്സ്പയർ ഡേറ്റ് മസ്റ്റായിട്ട് നോക്കണം കേട്ടോ. കാരണം നമ്മുടെ ഫേസിന് തന്നെ അതൊരു പ്രോബ്ലം ആവും. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓളം ഓപ്ഷൻ കൊടുക്കുക. എങ്കിലല്ലേ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ഇനിയും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോകാം. അടുത്ത പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് കാജലാണ്, ADSന്റെ കാജൽ. നമുക്കിപ്പോൾ ഇത് കണ്ണിൽ അപ്ലൈ ചെയ്യാം. കണ്ണാടി ഇല്ലാണ്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വളരെ ലൈറ്റായിട്ടാട്ടോ കൊടുക്കണേ. നമ്മൾ കണ്ണെഴുതി അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ബഡ്സ്. അപ്പൊ നമ്മൾ കണ്ണെഴുതിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അപ്പൊ നമുക്ക് താഴെ വേണമെങ്കിലേ സ്മജ് പ്രൂഫ് നല്ല പോലെ സ്മജ് ആവാൻ വേണ്ടിയിട്ട് വേണം ഒരു ബഡ്സ് വെച്ചിട്ട് താഴെ ഒന്ന് സ്മജ് ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. എനിക്ക് അതങ്ങനെ ഇഷ്ടമില്ല. കാരണം കണ്ണിൻ്റെ അടി കറക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണ്ടേ? ലിപ് ബാം അല്ലേ? നമുക്ക് ലിപ് ബാം അപ്ലൈ ചെയ്യാവേ. വരുന്നില്ല. ഈ ലിപ് ബാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഷർട്ടായിട്ട് അല്ലാതെ ലാങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ കാണുന്ന അത്രയും കളറൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഓവർ കളറാണ്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം വെച്ച് തന്നെ നമുക്കൊന്ന് ഇവിടേക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഇവിടേക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഈ ഹൈലൈറ്റ് ഒന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അങ്ങനെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്നേ ഉള്ളൂ കേട്ടോ. ഞാനങ്ങനെ ചെയ്യാറില്ല. ഇവിടെയും നമ്മൾ ഈ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ടുള്ള ഇത് ലിപ് ബാം യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. ടിൻറ്റ് കളറുള്ളത് ഒരു ക്രീം പോലെ വർക്ക് ചെയ്യും. ഒരു ഉണ്ടാവും. എങ്ങനെയുണ്ട്? നമുക്കിനി അടുത്ത് നോക്കാം. പിന്നെയുള്ളത് ഐബ്രോ ആണ്. ഐബ്രോ ഞാൻ ഓൾറെഡി തന്നെ ജസ്റ്റ് ഒന്ന് ഈരി കൊടുത്തിട്ടുണ്ട്, ഒന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഐബ്രോ യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ലാസ്റ്റ് പ്രൊഡക്റ്റായ നമ്മുടെ പൗഡർ യൂസ് ചെയ്യാം. എടുക്കുന്നത് ഈ ഒരു വൈറ്റ് ടോണിൻ്റെ പൗഡർ ആട്ടോ. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രം എടുക്കുന്നത്. പൗഡർ ആണെങ്കിൽ പിന്നെ ആരും കാണിച്ചേണ്ട കാര്യമില്ലല്ലോ. ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. നമുക്ക് സ്പ്രെഡ് ചെയ്തിട്ട് കാണാം. നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള രീതിയല്ലേ? അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എല്ലാ പ്രൊഡക്റ്റും കൂടെ ഒരു 500 രൂപ പോലും ആവൂല. അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റുകൾ വെച്ചിട്ടുള്ളൊരു ലുക്കുമാണ്. എങ്ങനെയുണ്ട്? നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ അടിപൊളിയാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഇതാവും കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ നോർമലി പോകാറ്. അതും ഇതിൽ ചിലപ്പോൾ ലിപ് ബാമും BB ക്രീമൊന്നും ചിലപ്പോൾ യൂസ് ചെയ്യാറില്ല. സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒക്കെയാണ് എപ്പോഴും ഞാൻ യൂസ് ചെയ്യാറ്. ഇതൊക്കെ എന്തെങ്കിലും ഫങ്ഷൻസിനോ കാര്യങ്ങൾക്കൊക്കെ മാത്രമേ ഞാൻ BB ക്രീമൊക്കെ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. ലിപ് ബാം യൂസ് ചെയ്യും. അതും വളരെ കുറഞ്ഞ രീതിക്ക് യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ ഒരുപാട് കളറും ലിപ് ബാമൊന്നും യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആളല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യൂലേ? എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. നമുക്ക് ഇത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ.